ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ലേലത്തിനെടുത്ത വ്യക്തി പണം വാങ്ങി സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്കിംഗ് അനുവദിക്കുന്നെന്ന പരാതിയുമായി CPIM. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പുതിയതായി ലേലമെടുത്ത വ്യക്തി അനധികൃതമായി സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുമതി നൽകുന്നതായി പരാതി. ഗ്രാമപഞ്ചായത്തുമായി എഗ്രിമെന്റ് ഒപ്പിടുന്ന സമയത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിലുള്ള സ്ഥാപനങ്ങളിലെ വാഹനങ്ങൾ മാത്രം പാർക്ക് ചെയ്യുന്നതിനായിരുന്നു അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. മറ്റ് സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നില്ലെന്ന് മാത്രമല്ല, സ്വകാര്യ വാഹനങ്ങൾക്ക് പണം വാങ്ങി പാർക്കിംഗ് അനുവദിക്കുന്ന ആരോപണവുമായി CPIM രംഗത്ത്. ഗ്രാമപഞ്ചായത്തുമായി ഒപ്പിട്ട എഗ്രിമെന്റിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ശക്തമായ പ്രതിഷേധവുമായി CPIM രംഗത്തിറങ്ങുമെന്ന് ഏരിയ കമ്മിറ്റി അംഗം B. രാജേഷ് പറഞ്ഞു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഇപ്പോൾ പുതിയ ലേലം കഴിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് ഇതിലിടപെട്ട് ഈ ബസ് സ്റ്റാൻഡ് ലേലത്തിനെടുത്ത വ്യക്തിയോട് അനധികൃത പാർക്കിങ്ങിന് വേണ്ടിയല്ല ഈ സ്ഥലം ഉപയോഗിക്കേണ്ടത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ടെൻഡർ എടുത്ത വ്യക്തി അടിയന്തരമായി അനധികൃതമായി നടത്തുന്ന ഈ പാർക്കിംഗ് രീതി അവസാനിപ്പിക്കണം. സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയാണ് ഇത്രയധികം വാഹനങ്ങൾ ഈ ബസ് സ്റ്റാൻഡിനകത്ത് പാർക്ക് ചെയ്യുന്നതിന് അനുവദിച്ചിട്ടുള്ളത്. ബസ് സ്റ്റാൻഡ് ലേലത്തിലെടുത്ത സമയത്ത് ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് അരികിലുള്ള ബിൽഡിങ്ങുകളിലുള്ള ആളുകളുടെ വാഹനത്തിന് അപ്പുറത്തേക്ക് മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ ബസ് സ്റ്റാൻഡ് ലേലത്തിലെടുത്ത സ്വകാര്യ വ്യക്തി മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അതിന് ഫീസ് ഈടാക്കിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് പൊതുജനങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തിച്ചാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി CPIM മുന്നോട്ട് വരുമെന്നുള്ളത് കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നവർക്ക് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യവും ശുചിമുറി നവീകരിക്കുന്നതിന് വേണ്ടിയും 5 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ കേരളം ഭരിക്കുന്ന UDF സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. മാത്രമല്ല, പഞ്ചായത്തുകൾ അനുമതിക്കായി നൽകിയിട്ടുള്ള പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിൽ വലിയ അലംഭാവമാണ് UDF സർക്കാർ കാണിക്കുന്നതെന്നും ഇത് കാരണമാണ് ഗ്രാമപഞ്ചായത്ത് നീക്കിവെച്ചിട്ടുള്ള 5 ലക്ഷം രൂപയുടെ പദ്ധതി ശ്രീകൃഷ്ണപുരം ബസ് സ്റ്റാൻഡിൽ നടപ്പിലാക്കാൻ സാധിക്കാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം ബസ് സ്റ്റാൻഡിൽ ബസ് കയറുന്നതിനും യാത്രക്കാർക്ക് വിശ്രമിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് 5 ലക്ഷം രൂപ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ശുചിമുറി വൃത്തിയാക്കലടക്കമുള്ളവ ലക്ഷ്യമിട്ടുകൊണ്ട് നീക്കിവെച്ചതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളം ഭരിക്കുന്ന UDF ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ ത്രിതല പഞ്ചായത്തുകൾക്കും നൽകിയിട്ടുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, പഞ്ചായത്തുകൾ അനുമതിക്കായി നൽകിയിട്ടുള്ള പദ്ധതികൾ അനുമതി നൽകുന്നതിൽ കേരളത്തിലെ UDF ഗവൺമെൻറ് വലിയ അലംഭാവമാണ് വരുത്തിയിട്ടുള്ളത്. ആ അലംഭാവം കാരണമാണ് ഇപ്പോൾ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള 5 ലക്ഷത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയാത്തതും പണി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയാതിരിക്കുന്നതും. തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും വിവിധ പ്രവർത്തനങ്ങൾക്ക് പദ്ധതി ആസൂത്രണം ചെയ്ത് അനുമതിക്കായി നൽകിയിട്ടുള്ളത് മുഴുവൻ സമയബന്ധിതമായി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് CPIM ആവശ്യപ്പെടുന്നത്. ത്രിതല പഞ്ചായത്തുകൾക്ക് മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ് അനുവദിച്ചിരുന്നത് പോലെയുള്ള ഫണ്ട് വിഹിതം അനുവദിക്കാനും കാലതാമസമില്ലാതെ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകുന്നതിനും UDF ഗവൺമെൻറ് തയ്യാറാവണമെന്നുകൂടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MK ദേവി, M. അജയകുമാർ, രാജീവ് T, സച്ചിൻ, രാഹുൽ എന്നിവർ പങ്കെടുത്തു.